കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റയുടെ ബസ് നിർമ്മിക്കുന്നതും അതുപോലെ ലോറി നിർമ്മിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടാറ്റയുടെ എയ്സ് എന്ന ചെറിയ ഒരു ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കാണാം. അതിൻ്റെ ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഈ കാണുന്ന ഒരു എയ്സിന്റെ ചെറിയൊരു ഷേസിയാണ് കയറി വരുന്നത്. ഏതായാലും ഇതിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും ഈ ഒരു എയ്സ് ഇതുവരെ ഫുള്ളായിട്ട് പണിതിറങ്ങുന്ന എയ്സ് ഗോൾഡിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഈ എയ്സ് ഗോൾഡിലേക്ക് എത്തി എന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ആദ്യം ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ക്രെയിനിൽ അല്ലെങ്കിൽ ആ ഒരു ലിഫ്റ്റിൽ നമ്മുടെ ഈ ഒരു എയ്സിൻ്റെ അതുകൊണ്ട് ആ ഒരു തൂക്കിക്കൊണ്ട് വരുന്നവിടെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഈ ഒരു ബോഡിയെ ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റേഷൻ 1 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ അത് കൊണ്ടുവെക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, ഇതുകൊണ്ടോ ആ ഒരു എയ്സിൻ്റെ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അത് നേരെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ കൊണ്ടുവെക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജിൽ, അതായത് ഒരു സ്റ്റേഷൻ 2-ൽ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റേഷൻ 2-ലേക്ക് നമുക്ക് ഇതുകൊണ്ട് പ്ലേസിംഗ് ദി പ്രൊട്ടക്ഷൻ കവർ ഓൺ ദി ബോഡി ഷെല്ല് ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഫിറ്റ്മെന്റ് ഓഫ് ടൂബിൾ ക്ലാമ്പുകൾ, അതുപോലെ തന്നെ റിയർ റിഫ്ലക്ടർ, റബ്ബർ സ്റ്റോപ്പർ, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും, അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് ഫിറ്റ്മെന്റ്, അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നത്. അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു തേർഡ് സ്റ്റേജിലേക്കാണ്. ഈ ഒരു തേർഡ് സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതുണ്ടോ ഈ ഒരു നമുക്ക് ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ ഒരു ഡീറ്റെയിൽ കാര്യം അനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തേർഡ് സ്റ്റേജിലേക്ക് എത്തി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഗ്രൂമെന്റ്സ് വിത്ത് അഡ്ഹസീവ് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആർപാസ് ഫിറ്റ്മെന്റ് വിത്ത് പിക്ടെയിൽ വയറിംഗ് ഹാർനസ്, ആ ഒരു അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നതിന്റെ ഈ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു തേർഡ് സ്റ്റേജിലേക്കാണ് അത് ചെയ്യുന്നത്. അവിടുന്ന് നെക്സ്റ്റ് പിന്നെ നമ്മൾ പോകുന്നത് ഇതിന്റെ ഒരു ഫോർത്ത് സ്റ്റേജിലേക്കാണ്. ഈ ഒരു ഫോർത്ത് സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അകത്തെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഒരു ഭാഗത്തായിട്ട് ചെയ്യുന്നത് കാണാം. ഈ ഒരു ഫോർത്ത് സ്റ്റേജിലേക്ക് അതുപോലെ ഇതുകൊണ്ടോ നമ്മുടെ ഗ്രാബ് ഹാൻഡിൽ, ബോൾട്ട് റിമൂവൽ, എഞ്ചിൻ ബോർഡ് കവറ് കാര്യങ്ങള്, ക്യാബിന്റെ വെർട്ടിക്കൽ കാർപ്പറ്റ്, അതായത് അകത്ത് കൊടുത്തിരിക്കുന്ന ക്യാബിനോട്ട് ബന്ധപ്പെട്ട കാർപ്പറ്റും കാര്യങ്ങള്, പിന്നെ സ്നോർക്കിള്, ലോഡ് ബോഡി സർവീസ് പാനൽ ഫിറ്റ്മെന്റുകൾ, എയർ ഫിൽട്ടർ, ഡീപ്പർ സെൻസർ ഫിറ്റ്മെന്റ് ഓഫ് എഞ്ചിൻ റിയർ കവർ, ബാക്കിലത്തെ നമ്മുടെ എഞ്ചിന്റെ കവറുകൾ, അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എഞ്ചിൻ ഹോസ് കണക്ഷൻ, എയർ ഫിൽട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തേർഡ് സ്റ്റേജിലേക്ക് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പാർട്ടിലും സ്റ്റിക്കറുകൾ, അസംബ്ലി ലൈനിലേക്ക് ബന്ധപ്പെട്ട ഓരോ സ്റ്റിക്കറുകളെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺവെയർ വഴി ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളായിട്ട് വരുന്നത്. ഈ ഒരു ലൈനെ ശരിക്കും ടാറ്റ പറയുന്നത് ഡൈവേഴ്സിറ്റി ലൈൻ എന്നാണ്. അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ ആയിട്ട് നല്ല രീതിയിൽ ഇഷ്ടംപോലെ ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരാണ് ഈ ഒരു നല്ലൊരു ശതമാനം, ഈ ഒരു സൈഡിലേക്ക് നല്ലൊരു ശതമാനം സ്ത്രീകൾ തന്നെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും, ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് സ്റ്റേജ് ആണ്. ഈ ഒരു ഫിഫ്ത്ത് സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്പർ പഞ്ചിങ് ഓൺ ചേസസിലെ നമ്പർ പഞ്ചിങ്, ഫിറ്റ്മെന്റ് ഓഫ് ഡോർ ഗ്ലാസ് ഗേറ്റ് ചാനൽ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും, ഫിറ്റ്മെന്റ് ഓഫ് വിൻഡ് പ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ടോ ഈ ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അകത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഓരോ സ്റ്റേഷൻ എടുക്കുമ്പോഴും അവർക്ക് ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾക്കിപ്പം അവിടെ എഴുതിയിരിക്കുന്നത് എത്ര കാര്യങ്ങളാണോ ആ ഒരു കാര്യങ്ങൾ മാത്രം ഇവിടെ ചെയ്താൽ മതി. അത്രയും ഓരോന്നായിട്ട് അവർ ചെയ്ത് ഓരോ വണ്ടികൾ മുന്നോട്ട് വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഏകദേശം ഇത്രയും നമ്മൾ അങ്ങ് അത്രയും കാണുന്ന വരെയുള്ള സ്റ്റേജസുകൾ ഈ ഒരു ഓരോ പാർട്ടിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി പിന്നെ വയറിങ്, ഹാർനസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റേഷൻ 8, 9, 10 എന്ന റേഞ്ചിലേക്ക് നിറയധികം സ്റ്റേഷനുകൾ ഓരോരോ വർക്കുകൾ നടന്നു പോകുന്നു. അപ്പം ഓരോ സ്ഥലത്തും ഓരോരോ കാര്യങ്ങളാണ് ചെയ്ത് തീർത്തു പോകുന്നത്. ചിലയിടത്ത് ഫ്യൂസിന്റെ കാര്യങ്ങൾ, ഡോർ ബീഡിങ്ങിന്റെ കാര്യങ്ങൾ, ബാറ്ററി പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ബാക്കിലത്തെ സ്റ്റിക്കറുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഓരോരോ ചെറിയ കാര്യങ്ങൾ വരെയും കൃത്യമായിട്ട് ചെയ്തു നോക്കി ഈ ഒരു ഓരോ സ്റ്റേഷൻ വഴിയും പോകുന്നത്. അങ്ങനെ ഓരോ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് എത്തുന്നതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും വണ്ടികളുടെ ആ ഒരു ഷേപ്പ് മാറി ആ ഒരു എയ്സിന്റെ ഓരോ കറക്റ്റ് രീതിയിലേക്ക് തന്നെ എത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ആളുകളും ചെയ്യുന്നതിനകത്ത് ഇപ്പം അതിനകത്തെ ഒരു കൃത്യത എന്നുള്ളത് വളരെ ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം അതിന്റെ സെലക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതിന്റെ ഒരു കൃത്യത വളരെ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ വരുമ്പം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യമാണെങ്കിലും വളരെ നല്ല രീതിക്ക് ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമ്മൾ അങ്ങനെ സ്റ്റേജിൽ കടന്ന് 23ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഗ്ലാസ് നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് എടുത്ത് ഫിക്സ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രണ്ടിലത്തെ വിൻഡ്ഷീൽഡ് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ശരിക്കും ഇങ്ങനെ ഈ ഒരു ഗ്ലാസ്സിനെയും ആ ഒരു കാണുന്ന റോബോട്ടിക് മെഷീനാണ് ഇതിനു വേണ്ടി സജ്ജമാക്കി കൊടുക്കുന്നത്. അങ്ങനെ സജ്ജമാക്കി നിങ്ങൾക്ക് കാണാം നമുക്ക് സെൻട്രലായിട്ട് നമ്മുടെ റിവേഴ്സ് മിററും കാര്യങ്ങളും ഒക്കെ വെച്ചതിന് ശേഷം വീണ്ടും അതിനെ മാറ്റി അടുത്ത ഒരു ഫ്രണ്ടിലത്തെ വിൻഷീൽഡ് എടുക്കുന്ന റേഞ്ചിലേക്ക് പോവുകയാണ്. അതിനുശേഷം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം നമ്മുടെ വൈപ്പർ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫിറ്റ്മെന്റ് കാര്യങ്ങൾ, അതെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെയ്യുന്നത് കാണാം. ഇവിടം തൊട്ട് ഈ ഒരു ഗേറ്റ്, അതായത് സ്റ്റേഷൻ നമ്പർ 26 മുതൽ നമുക്ക് ക്വാളിറ്റി ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓരോ ഗേറ്റിലും ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വരുന്ന ഒരു 15 to 30 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുവാണ് ഈ ഒരു ക്വാളിറ്റി ഗേറ്റിന്റെ കാര്യം. ഈ ഒരു ക്വാളിറ്റി ഗേറ്റ് വഴി ഓരോ സെഗ്മെന്റിലും ഓരോ ആളുകളിൽ നിന്ന് അവർക്ക് പറഞ്ഞിട്ടുള്ള ഓരോരോ പോയിന്റ്സിനെ ക്ലിയർ ചെയ്താണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇപ്പം ഡോർ പാടുകൾ, അത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് അവർ വിലയിരുത്തി അതിനെ ഓരോ ഇതിനെയും 100% ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഓരോ സ്റ്റേജിൽ നിന്നും ഈ ഓരോ വണ്ടികൾ ഇറക്കി വിടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്ലാസ് ബീഡിങ്ങിന്റെ കാര്യങ്ങൾ, നമ്മുടെ ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങൾ, വൈപ്പർ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈപ്പർ കറക്റ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കുന്നുണ്ടോ, ഓരോ നട്ടുകൾ കറക്റ്റ് ആണോ, ബോൾട്ടുകൾ കറക്റ്റ് ആണോ, അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് അതിനെ ആ ഒരു ക്വാളിറ്റി ചെക്കിന് ശേഷം പുറത്തേക്ക് വിടുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ബോഡി ഏരിയ ആണ്. അതായത് ഇനി നമ്മൾ ഇത്രയും നേരം മുകളിലത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുന്നത് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു താഴെ ഭാഗത്തേക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. താഴെയിൽ നിന്ന് ഈ ഇരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്ന ഒരു ഈ ഗോൾഡിന്റെ ഒരു ബോഡി ഇനി അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഈ ഒരു റാമ്പിലേക്ക് കയറ്റി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, റാമ്പിലേക്ക് കയറ്റി അവിടെ നിന്ന് മുൻപോട്ട് പോകും. ഇനി ആ കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. റോബോട്ടിക് മെഷീൻ വന്ന് ആ ഒരു ടാറ്റ ഏസ് ഗോൾഡിനെ അവിടുന്ന് ഉയർത്തിയെടുത്തു. എന്നതിന് ശേഷം ഈ ഒരു ടോപ്പ് റാമ്പിലേക്ക്, അതായത് അണ്ടർ ബോഡിയുടെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ടോപ്പ് റാമ്പിലേക്ക് കയറ്റാൻ പോവാണ്. അപ്പോൾ അത് എല്ലാം കറക്റ്റായിട്ട് ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് വെച്ച് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അത് ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടാണ് പ്രോസസ്സുകളെല്ലാം നടക്കുന്നത്. നമുക്ക് അണ്ടർ ബോഡിയുടെ ഭാഗത്തിലേക്ക് കിടക്കാം. ഈ ഒരു അണ്ടർ ബോഡിയുടെ സെക്ഷനകത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം തൊട്ട് ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഫിറ്റ്മെന്റ് ഓഫ് ഫ്യൂവൽ കൺട്രോൾ യൂണിറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക്, ബഡി റൗട്ടിങ്, അഡാപ്റ്റർ ഫിറ്റ്മെന്റ്, അങ്ങനെ അവിടുന്ന് നേരെ നമ്മുടെ അണ്ടർ ബോഡിയുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരും. അപ്പം നെക്സ്റ്റ് സെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേന് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇത്രയും പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എഞ്ചിൻ അതിലേക്ക് മോൾഡ് ചെയ്യുന്നത്. ആ ഒരു എഞ്ചിൻ കൊണ്ടിരുന്നുണ്ടോ, ആ ഒരു എഞ്ചിൻ അവിടെ വന്നതിന് ശേഷം അവിടെ നിന്നാണ് ഒരു എഞ്ചിനെ വണ്ടിക്ക് ഉള്ളിലേക്ക് അസംബിളി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബിയറിംഗ് പോലെ റോൾ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഓരോന്നായിട്ട് ആ ഒരു എഞ്ചിൻ അവിടെ വന്നതിന് ശേഷം അതൊരു ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ജാക്ക് പോലത്തെ ഒരു കാര്യമാണ് ശരിക്കും അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നതിന് ശേഷം അതിനെ മുകളിലേക്ക് ഇപ്പോൾ ഉയർത്തുന്ന കൂടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു എഞ്ചിൻ മുകളിൽ കയറ്റിയതിന് ശേഷം എഞ്ചിൻ മൗണ്ടുകള് കാര്യങ്ങളിലേക്ക് അതിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ആ ഒരു എഞ്ചിൻ മൗണ്ടിങ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ബോഡി 3 എന്നൊരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റഫിങ്ങുകൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അലൈൻമെന്റുകൾ, സീ മൗണ്ടിങ് അലൈൻമെന്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ ഓരോ പാർട്ടുകളായിട്ട് അവിടെ അറ്റാച്ച് ചെയ്തും എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ക്ലച്ച്, ബാക്കി എഞ്ചിനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റേജിലേക്കാണ് നമുക്ക് അലൈൻമെന്റ് ചെയ്യുന്നത് കാണുന്നത്. അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഈ ഒരു UB ഫോർ, അതായത് അണ്ടർ ബോഡി 4. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് റേഡിയേറ്റർ, ലോവർ, അതിന്റെ ഓസുകൾ, കൂളിംഗ് ഓസ് കണക്ഷനുകൾ, ക്ലച്ച് കേബിൾ റൗട്ടിങ്ങുകൾ, ഫിറ്റ്മെന്റ്, സ്റ്റിയറിംഗ് ബോക്സ്, ഗിയർ ബോക്സ്, അങ്ങനത്തെ ബന്ധപ്പെട്ട ഇത്രയും ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ വന്നതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഈ ഒരു കംപ്ലീറ്റ് ആയ വാഹനത്തിനെ പിന്നെ നമുക്കിവിടെ കാണാം നമ്മുടെ ബാക്കിലത്തെ ഹൗസിങ്, ആക്സില്, അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതിനായി ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇത് അണ്ടർ ബോഡി ലൈൻ 1 എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് ആണ്. ഈ ഒരു സെഗ്മെന്റിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വണ്ടിയുടെ ആക്സില്, റിയർ ആക്സില്, ഫ്രണ്ട് ആക്സില്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം, ഹൗസിങ്, ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഒരു സ്റ്റേഷനിലാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ഒരു എയ്സ് ഗോൾഡിനകത്ത് വന്നിരിക്കുന്ന സെമി എലിപ്റ്റിക്കൽ
ലീസറിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹൗസിങ് കാര്യങ്ങളെല്ലാം ഇതിനെ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെ ഈ ഒരു ജാക്ക് ഉയർത്തിയതിന് ശേഷമാണ് അതിൽ മൗണ്ട് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള സ്റ്റേജിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഷോക്ക് അബ്സോർബർ കാര്യങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അങ്ങനെ അവിടുന്ന് നമ്മുടെ റിയർ ആക്സിലും കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഇതിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി ആ ഒരു സ്റ്റേജ് വഴി കറങ്ങി ഈ ഒരു സൈഡിലേക്ക് എത്തും. ഇവിടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിലെ കാര്യങ്ങൾ അങ്ങനത്തെതെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടാക്സിലും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ചെയ്തതിന് ശേഷം ഓരോ വണ്ടികൾക്കായുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ചെയ്യുന്നു. ഷോക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് നമുക്കത് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ നമ്മുടെ ആക്സിലും അതുപോലെ തന്നെ പ്ലേറ്റ് സസ്പെൻഷൻ ആ ഒരു സെറ്റ് ഫുള്ളായിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നോരോന്നായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി ചെക്കുകൾ, നമ്മുടെ ബ്രേക്കിന്റെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അതെല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുന്നത് കൂടെ കാണാൻ സാധിക്കും. സ്പ്രിങ് ടോർക്ക് ചെയ്ത് അതായത് കറക്റ്റ് നമ്മൾ കറക്റ്റ് വലിച്ചു മുറുക്കി ആ ഒരു ഇതിലേക്ക് നിർത്തുന്ന കറക്റ്റ് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതുകൊണ്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലീസറിങ് ടോർക്കിങ് കാര്യങ്ങളും എല്ലാം അവിടെ ആയിട്ടാണ് നടക്കുന്നത്. അതെല്ലാം ഫുള്ളി നമ്മൾ പറഞ്ഞുള്ള റോബോട്ടിക്കിലാണ് അതെല്ലാം നടക്കുന്നത്. പിന്നെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ റേഞ്ചായിട്ട് ഓരോന്നോരോന്നായിട്ട് തീർത്ത് വരുന്നൊക്കെ കാണാം. അതിനുശേഷം പിന്നീട് വരുന്നത് UB16 വരുന്നത്. ഈ ഒരു UB16 വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട് ബമ്പർ, ഓയിൽ ഫിറ്റിംഗ്, റിയർ രജിസ്ട്രേഷൻ ലാമ്പ് അസംബ്ലി, അതുപോലെ തന്നെ ഫിറ്റ്മെന്റ് ഫ്രണ്ട് ബമ്പർ, റിയർ രജിസ്ട്രേഷൻ, അങ്ങനത്തെ സാറ് നമ്മുടെ നമ്പർ പ്ലേറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിയർ സ്റ്റേജിലേക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ സ്റ്റേജായിട്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ UB17 അണ്ടർ ബോഡി 17 നമ്മൾ എത്തുന്നത്. ഈ ഒരു അണ്ടർ ബോഡി 17 നിങ്ങൾക്ക് എത്തിക്കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ എല്ലാ വീലുകളും ഫുള്ളായിട്ട് ഫിക്സ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുകൊണ്ട് ഒരു ടയർ, അതുപോലെ തന്നെ നമ്മുടെ ബമ്പർ കാര്യങ്ങളെല്ലാം അതെല്ലാം അലൈൻ ചെയ്ത് ഓരോ ടയറുകളായിട്ട് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു UB18 നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീൽ ടോർക്കിംഗ് ആണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നുണ്ടോ. വീൽ ടോർക്കിംഗ്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് സ്കാനിങ്, ഗ്രീസ് ആപ്ലിക്കേഷൻ ഓൺ ലീഫ് സ്പ്രിങ്ങുകൾ, അതുപോലെ തന്നെ വീൽ, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അങ്ങനെ അവിടുന്ന് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത ഒരു സെക്ഷനിലേക്ക് എത്താനായിട്ട് റാമ്പിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് വീണ്ടും നമ്മുടെ എയ്സ് ലാൻഡ് ചെയ്യുവാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നേരെ അടുത്തെത്തുന്നത് നമ്മുടെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്റ്റേഷനിലേക്കാണ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്റ്റിയറിംഗ് കോളം ബോൾട്ട് ടൈറ്റനിങ്, ഫ്യൂവൽ കണക്ഷനുകൾ, സ്റ്റിയറിംഗ് വീലിന്റെ അലൈൻമെന്റുകൾ, വാക്വം ഹോസ് കണക്ഷനുകൾ, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഇപ്പോൾ ഡീസൽ ആണെങ്കിലും നമ്മുടെ നോക്സിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേജിലേക്ക് നടക്കുന്നത്. പ്രധാനമായിട്ടും മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഓരോ പാർട്ടുകൾ, ECU യൂണിറ്റ്, അതുപോലെ തന്നെ ബാറ്ററി കേബിളിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഈ ഒരു മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കാര്യങ്ങളാണ് ഫുൾ ആയിട്ടും ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവൽ ഫില്ലിംഗ് ആണ്. ഈ ഒരു ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേജിൽ ഇതുകൊണ്ടോ ഡീസൽ ടാങ്ക് അല്ല, ഡീസൽ അല്ല പെട്രോൾ, ഏത് ഫ്യൂവലാണ് വരുന്നത് ആ ഫ്യൂവലിനെ ഫില്ല് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നത്. പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ കൂളന്റിന്റെ ടാങ്കാണ്. കൂളന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ. അങ്ങനെ കൂളന്റ്, അതിനും ശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് എത്തുന്നത് നമ്മുടെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്റ്റേജ് 9 എത്തിക്കഴിയുമ്പോൾ ഫ്രണ്ടിലെ പാനൽ ഫിറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ടിലത്തെ ഓരോരോ പാനലുകളെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യുന്ന കാണാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു സ്റ്റേഷൻ നമ്പർ ഈ ഒരു 9 നിൽക്കുന്നത്. അങ്ങനെ 9 നിന്ന് നമുക്ക് നേരെ സ്റ്റേഷൻ നമ്പർ 10 വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ നമുക്ക് നമ്മുടെ സീറ്റ്, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലെ സീറ്റുകളെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സീറ്റ് വെച്ചിരിക്കുന്നത് ഇത് ഇതെല്ലാം നമ്മുടെ വണ്ടിയോട്ട് ബന്ധപ്പെട്ട സീറ്റും കാര്യങ്ങളെല്ലാമാണ്. ഈ ഒരു സീറ്റ് എല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. മെക്കാനിക്കൽ സ്റ്റേജ് 12 എത്തിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു വണ്ടി പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലാഷിങ്ങിലേക്ക് കൊണ്ടുവരും. സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത് കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതായത് പെട്രോളോ ബാക്കി കാര്യങ്ങളെല്ലാം വന്ന് ചെക്കിങ്ങിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ വണ്ടി സ്റ്റാർട്ടായി. അപ്പം ആ ഒരു പെട്രോൾ കയറി വരുന്നൊരു സമയത്തുണ്ട്. പെട്രോൾ കറക്റ്റായിട്ട് കയറി ഇനി വണ്ടി പതുക്കെ മുന്നോട്ട് മൂവ് ചെയ്തെടുത്ത് നെക്സ്റ്റ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് അടുത്തെന്ന് പറയുന്നത് വീൽ അലൈൻമെന്റിന്റെ സെക്ഷനാണ്. ഈ ഒരു വീൽ അലൈൻമെന്റ് സെക്ഷനിലേക്ക് മുന്നിലേക്ക് മുമ്പ് നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു സ്പീഡ് ബ്രേക്കർ വെച്ചിരിക്കുന്നതാണ്.
ഈ ഒരു സ്പീഡ് ബ്രേക്കർ കൊടുത്തിരിക്കുന്നത് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള വീലിന്റെ എന്തെങ്കിലും ഒരു ഫൈനലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാണെങ്കിൽ ഇതൊന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് അത് ഓടിക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാവും. എന്നതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീൽ അലൈൻമെന്റിലേക്ക് എത്തും. ഈ ഒരു വീൽ അലൈൻമെന്റ് സ്റ്റേഷനിലാണ് നമുക്ക് വീൽ അലൈൻമെന്റ് ഒരു ഫസ്റ്റ് വീൽ അലൈൻമെന്റ് ആണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും. അങ്ങനെ ഈ ഒരു വീൽ അലൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് വണ്ടി വീണ്ടും മുന്നോട്ട് ഇറങ്ങി അടുത്ത ഒരു സ്റ്റേജിലേക്ക് വരും. അങ്ങനെ അവിടുത്തെ ആ ഒരു വീൽ അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെല്ലുന്നത് റോൾ ആൻഡ് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതുണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ നമ്മുടെ ഒരു വണ്ടി ടയർ നല്ല സ്പീഡിൽ കറക്കി നോക്കിയതിന് ശേഷം അതിന്റെ ബ്രേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത്. റോൾ ആൻഡ് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്കിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് എല്ലാം കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്ത് അവിടുന്ന് ഇനിയും ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അതാണ് നമ്മുടെ ഈ കാണുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ റോളർ ടെസ്റ്റുകള്, ബ്രേക്കിന്റെ ടെസ്റ്റുകളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു PDA സെക്ഷനിലേക്ക് എത്തും. ഇവിടെ വന്ന് ഒരു ഫൈനൽ ചെക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ നടത്തും. ഓരോരോ ഫിറ്റ്മെന്റുകള്, വണ്ടിയുടെ അണ്ടർ ഫിറ്റിംഗ്, അതുപോലെ തന്നെ മുകളിലത്തെ അപ്പർ ബോഡി, ലോവർ ബോഡി കാര്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വണ്ടി ഫൈനൽ ഡെലിവറിക്കായിട്ട് ഈ ഒരു പുറത്തേക്ക് ഇറങ്ങും. ഈ ഒരു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടുന്നാണ് നമ്മുടെ ടെസ്റ്റ് ട്രാക്കിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇപ്പം ഈ PDA ചെയ്യുന്നതിന്റെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടും അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് അത് ഫൈനലായിട്ട് അത് ചെയ്യും. ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേന് അതിനെ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടുന്ന് വണ്ടി പുറത്തേക്ക് ഡെലിവറി പോകേണ്ടിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു പ്ലാന്റിലെ ഒരു വാർ ഹൗസിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്ലാൻ ഹെഡായ നമ്മുടെ അമിതാഭ് സാർ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ളതും അതുപോലെ തന്നെ ഈ ഒരു എൻ്റയർ സെറ്റപ്പിനേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സോ വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ സാർ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിനകത്തേക്ക് കയറി കഴിഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ കാണാൻ പറ്റി, ചെയ്യാൻ പറ്റി, പറയാനൊക്കെ ഒത്തിരി പറ്റി. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ സാറിൻ്റെ അടുത്ത് എത്തിയത് തന്നെ. അപ്പം നമുക്ക് ഏതായാലും ഓരോരോ കാര്യങ്ങളായിട്ട് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ പ്ലാന്റിനകത്ത് നിങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്തെ പോലെ ഒത്തിരി കാര്യങ്ങൾ വളരെ ഹൈലൈറ്റ് ആയിട്ട് ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും ഓരോരോ പ്രോസസ്സുകളാണെങ്കിലും എല്ലാം ഇതായിട്ട് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സാറിനോട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. So thank you for coming. So this is the first time that I understand that you are coming to Tata Motors. Yes. And moreover, you would have heard about Tata Motors. Yes. So this is a golden opportunity to see the manufacturing Of setup course. here and how we produce those vehicles. That you actually go and sit on them and use them, Yes, you yes. and your families. Okay. So welcome once again. ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു പ്ലാന്റിന്റെ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേന് ഞാൻ കണ്ടത് ഈ ഒരു പുതിയ ഒരു ന്യൂ ഏജ് ഓഫ് ഡിജിറ്റലൈസേഷന്റെ ഒരു വലിയൊരു പ്രോസസ്സ് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിനകത്ത് കാണാൻ തോന്നും. നമുക്കിപ്പോൾ ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് എല്ലാ പ്ലാന്റിലും എല്ലാ പ്രോസസ്സിലും കൊടുത്തിട്ടുണ്ട്. സർ, ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്? So it's a very good and a current topic which is in top of our agenda. Yes. And it's again a priority coming right from our chairman. So that's on digital front. If you see, the first action that as a plant we have done and overall as a CV that we have done is we have tried to connect ourselves with the customer. Okay. So when I say connecting the customer is whatever is the customer order that is there. So we track the customer order right to the time the order comes to the time it gets dispatched. Okay. And the way we are actually measuring is by the word called OTIF, on time in full. So now to do that, maybe this is a screen which tells you about OTIF. So this is where if you see, we are somewhere around 97%. That means 97% of our orders till date in the month of December, for example, we have been able to meet the requirement within the committed time that we have given to the supplier. Okay. Now this is just the result part of it. Yes. What is helping the manufacturing is where this particular room, the planning room that you are in, we also call that as a war room. Okay. This is where the sequence, basis on the customer requirement, we take it down to the requirement in terms of the sequence that has to be done. Oh, okay. So we have a 3-day plan of sequence. Okay. And then the 3-day plan of sequence, what you see here in these windows. So this is about LCV, which is buses. Okay. That is about ACE Gold. Okay. So those sequences are marked here. Oh. And these sequences are all determined. And this, if you see, this is now that it is running in the second shift. So you see whatever gets dropped is noted. Yeah. Okay. So this sequence helps not only the lines, but it also and the customers, but also helps entire supply chain and other aggregates to plan accordingly. Yes.
So this is one of the greatest leverage that we have got on digitalization. Yes. Now that even my vendor partners and those sitting at aggregate and other locations are able to look at this and plan for their aggregates and their supply. Okay. And if you see the green dots, so this is something which various, aggregates, they are giving a confirmation from the system that I am okay. So they give a confirmation that this is okay. So hence you can plan for this vehicle and drop this vehicle. So this is just one front on digitization that is helping. Okay. While this is on taking the customer requirement and then putting from a production point of view. Okay. We have used digitization for energy saving also. Okay. So that's where all our energy meters are now on one network. Yes. So the maintenance team gets very convenient Okay. to understand where the leakages of energy happens and they can take immediate correction. Okay. Well, this room, when you see, this is not only about this. Okay. So what is also important is the output of this to improve the efficiency. Yes. How we can do that efficiency is about this business analytics. Okay. So this, if you see, this is just one shot of analytics saying that all greens means it's a healthy sign of how the current production that is going on, it is conforming to the quality standards. Okay. We can. So this is how, those individual chassis that you have. So similarly, we have got different analytics. So whatever the backend data which comes, one on digitalization, what is also important is, Yes. once you have a data, second level is what you do with the data. Okay. Maybe sometime when you go to the shop, so we can show what this data is helping you to build those analytics in terms of maintenance. So the maintenance can know what is the OE, Yes. what is the spare that got consumed on that particular day, Okay. what is my running inventory, as and when these parts are getting consumed, Yes. so it will have an impact on the inventory. So all that inventory analytics, maybe that board is more of an action part. Okay. So while this is on digital, so there you have those analytics. What I spoke is how those actions will help you Okay. achieve that. ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു പ്ലാനിലേക്ക് ആദ്യം ഞാൻ കയറിയപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് ഈ ഒരു എൻവയോൺമെന്റിലെ ഇത്രയും വളരെ നല്ല രീതിക്ക് ഒരു ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു എൻഡർ ഇത് പ്രവർത്തിക്കുന്നത് തന്നെ സോളാർ, അതുപോലെ തന്നെ വിൻഡ് മിൽ, അങ്ങനെ പല ടൈപ്പ് ഓഫ് എനർജീസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോസസ്സ് എങ്ങനെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. So you were talking about energy. So energy is about this. I'll take one level up. It is about sustainability part of it. Yes. So in sustainability, this Dharwad plant has taken a lead role. Okay. So this is on sustainability. If you see, the first part is about net zero. Okay. And net zero means you should have an RE100. So this is the first plant which is having an RE100 means whatever energy that we use, we use either from the solar cells or we use from the windmill. Okay. So roughly around 30 to 70%, 3:7 is the ratio in which we use Yes. solar and wind power. Okay. So that is one part of it. Okay. And in order to help the plant achieve this RE100, there are a lot of initiatives that we take. Yes. So one of the initiatives that we are taking in reducing the energy consumption Okay. is in the plants we have various technologies like reduction of energy of motors by using variable frequency drives. Okay. Then what we have done is we have also connected all our solar powers to a central source where we are able to monitor. And we monitor solar consumption versus the power consumption that is required. Okay. Because with the change in season, with the change in time, that is where you need to change your time. Okay. Now just giving one more example on energy saving. What we have done is all our meters today are smart meters. Yes. And when we have smart meters, maybe sometime we can show you. So all the energy readings come at one place, and those energy readings not only at a substation level, it also goes to a equipment level. Okay. So at equipment level, we are able to know at lean time or maybe during no working hours if they are drawing more consumption, then it generates an alert. And that alert helps us to take an administrative control and reduce energy. Yes. So like on energy, we have various measures for water also. We are water positive. Yes. So when I'm saying water positive means whatever water we store, which we have from the natural resources, we have lakes here. We ensure that the consumption of water is lesser than the water that we are able to have. Okay. So that's where with water harvesting comes. Yes. So you have gone to the shops, Yes, you have gone to the shop floor. So there you would have seen that we have got the roofs which are slanted. So all the water during the rain, when it falls, it actually goes all the way out and it gets accumulated into the lakes. So that's how we are able to conserve water and then become water positive. Okay. So these are the two major areas I would say
which is helping us to save on energy. എനർജി ഓക്കെ. ശരിക്കും അത്രയും വലിയൊരു കാര്യം നമ്മളിപ്പം ഇത്രയും വലിയൊരു പ്ലാന്റിനകത്തെ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നു, പ്ലാന്റുകളെല്ലാം കാണാൻ സാധിച്ചു, ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചത് വളരെ നന്ദി സാർ. അപ്പം Thank you so വലിയൊരു much. താങ്ക്സ് ഉണ്ട്. Wish you a happy journey. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വിഷ്ണു കൊടു സാനിങ് ഔട്ട് ഫ്രം മോട്ടോസ് വ്ലോഗ്.